ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. നമ്മുടെ LP-UP സിലബസിലെ വിദ്യാഭ്യാസ ഏജൻസികൾ എന്നുള്ളൊരു ടോപ്പിക്കുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വസ്തുതകൾ നമുക്ക് ചോദ്യരൂപേണ ഒന്ന് പരിചയപ്പെടാം. നിയതമായ ലക്ഷ്യത്തോടെ നിശ്ചിത നിയമാവലികൾക്ക് വിധേയമായി ബോധപൂർവം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസം, അതിനെ പറയുന്ന പേരെന്നും. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ടേംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ടായിരിക്കും, അതോടൊപ്പം നിശ്ചിതമായിട്ടുള്ള ഒരു നിയമാവലി ഉണ്ടായിരിക്കും, ബോധപൂർവമായിരിക്കും, ആസൂത്രണം ചെയ്യും. അത്തരത്തിലുള്ള വിദ്യാഭ്യാസത്തിന് നമ്മൾ പറയുന്ന പേര് എന്താണ്? അപ്പോൾ പ്രധാനമായിട്ട് നമുക്കറിയാം വിദ്യാഭ്യാസ ഏജൻസികൾ എന്ന് പറയുമ്പോൾ നമ്മൾ 3 എണ്ണമാണ് പഠിക്കുന്നത്. ഇതിലേതാണ് ആൻസർ വരിക? ഔപചാരികം, അനൗപചാരികം, യാദൃശ്ചികം ഇവയൊന്നുമല്ല. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് 3 ഏജൻസികൾ മാത്രമേ ഉള്ളൂ: ഔപചാരികം, അനൗപചാരികം, യാദൃശ്ചികം. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി നിശ്ചിത നിയമാവലികളോട് കൂടി ആസൂത്രണം ചെയ്ത് നൽകുന്ന വിദ്യാഭ്യാസത്തിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ഔപചാരിക വിദ്യാഭ്യാസം. അപ്പോൾ ഔപചാരികമാണ് ഇവിടെ നമുക്ക് ഉത്തരവായിട്ട് വരുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് തീരും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പം ഇതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്കറിയാലോ, കൂടുതൽ പറയണം. നമ്മൾ കൃത്യമായിട്ട് സ്കൂൾ, കോളേജ് അവിടെയൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു കൃത്യമായിട്ടുള്ള നിയമാവലി ഉണ്ടാകും, കൃത്യ ടൈം ഷെഡ്യൂള് കാണും, ഓൾറെഡി എല്ലാം ആസൂത്രണം ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരിക്കും. അപ്പം നമുക്ക് സ്കൂളും കോളേജും ഒക്കെ എന്തിൻ്റെ ഉദാഹരണമാണ്? ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇനി അയവുള്ളതും ഐച്ഛിക സ്വഭാവമുള്ളതും നിയതമായ നിയമാവലി ഇല്ലാത്തതുമായ സമ്പ്രദായം ഏതാണ്? ഇവിടുത്തെ കീ ടേംസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കും. അയവുണ്ട്, അതായത് ഫ്ലെക്സിബിളാണ്. ഐച്ഛിക സ്വഭാവം, നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നിയതമായ നിയമാവലി ഇല്ലാത്തതുമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം എന്തായാലും ഔപചാരികമല്ല. പിന്നെ നമുക്ക് 2 ഓപ്ഷനാണുള്ളത്: അനൗപചാരികം, യാദൃച്ഛികം. ഇപ്പോൾ ഇവിടെ എന്താണ്? നിയമാവലിയില്ല, അവിടെ നമുക്ക് ചൂസ് ചെയ്യാനുള്ള അവസരമുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താ ഇവിടെ ഉത്തരം വരിക? അനൗപചാരികം. അനൗപചാരിക വിദ്യാഭ്യാസത്തിലാണ് നമ്മൾക്ക് ചൂസ് ചെയ്യാനുള്ള അവസരമുള്ളതും പിന്നെ അതോടൊപ്പം എന്താണ്? അയവുള്ളതും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സിസ്റ്റം നിലനിൽക്കുന്നതും. ഉദാഹരണങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കണം. ഓപ്പൺ സ്കൂൾ, ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ കോഴ്സ്, തുടർ വിദ്യാഭ്യാസം, വയോജന വിദ്യാഭ്യാസം. ഇവിടെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റി, സെലക്റ്റീവായിട്ടുള്ള ഒരു സ്വഭാവമൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം? അതിൻ്റെ ഒരു എക്സാമ്പിൾസ് കൂടെ പഠിച്ച് വെക്കാം. ഇനി എന്തായാലും അടുത്ത ചോദ്യത്തിന് ഉത്തരം പറയാൻ എളുപ്പമാണ്. ഒരു വ്യക്തി ഏത് സമയത്തും ഏത് സംഭവത്തിലൂടെയും ഏത് അനുഭവം വഴിയും പരോക്ഷമായി നേടുന്ന വിദ്യാഭ്യാസം. അപ്പോൾ പ്രത്യക്ഷത്തിൽ വിദ്യാഭ്യാസം നേടുന്നു എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല, പക്ഷേ പരോക്ഷമായി നേടുന്ന ഏതൊരു സമയത്താവട്ടെ, ഏതൊരു അനുഭവത്തിലൂടെ ആകട്ടെ, ഏതൊരു സംഭവത്തിലൂടെ ആവട്ടെ, നമ്മളറിയാതെ കുറച്ച് കാര്യങ്ങൾ നേടിയെടുക്കുന്നുണ്ട്, പരോക്ഷമായി നേടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഔപചാരികം എന്താണെന്ന് നമ്മൾ പഠിച്ചു, അനൗപചാരികം എന്താണെന്ന് പഠിച്ചു. കൃത്യമായിട്ട് നമുക്ക് ആൻസർ ഇവിടെ തന്നെ കണ്ടെത്തുന്നതാണ് യാദൃച്ഛികം. യാദൃച്ഛിക വിദ്യാഭ്യാസത്തിലാണ് നമുക്ക് പരോക്ഷമായിട്ട് നമ്മൾ അറിവുകൾ നേടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ അനൗപചാരികവും യാദൃച്ഛികവും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് മറന്നു പോകരുത്, എക്സാമ്പിൾസും തിരിഞ്ഞു പോകരുത്. അപ്പോൾ ഈ ഒരു യാദൃച്ഛികം എന്ന് പറയുന്ന സംഗതി വരുമ്പോൾ നമുക്ക് അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന ആ ഒരു എക്സാമ്പിൾ എന്താണ്? കുടുംബം. നമ്മൾ കുടുംബത്തിൽ നിന്നാണ് ഏറ്റവും ആദ്യം തന്നെ അറിവുകൾ ശേഖരിക്കുന്നത്, അല്ലേ? പിന്നെ കുടുംബം, സമൂഹം, സമവയസ്ക സംഘം, അതായത് പിയർ ഗ്രൂപ്പ്, ദെൻ വർത്തമാന പത്രങ്ങൾ, റേഡിയോ, ടെലിവിഷൻ, സിനിമ, ഇതിലൂടെ ഒക്കെ നമ്മൾ പരോക്ഷമായിട്ട് അറിവുകൾ നേടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്? യാദൃച്ഛിക വിദ്യാഭ്യാസമാണെന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വിദ്യാഭ്യാസ ഏജൻസികളെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.